എക്സ്പ്രസ് 200 ആണ്, 2019 മോഡല്. തരാൻ എൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഏകദേശം ഒരു 20 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമ്മുടെ ചന്തുവിനെ തോൽപ്പിക്കാൻ പിന്നെ 50% ഓഫ് നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ഇതൊക്കെ 50 ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതാണ് നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ആദ്യം പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ലുലു മാളിലേക്കാണ്. അപ്പോൾ നമ്മൾ കാര്യവട്ടത്തിൽ നിന്ന് ലുലു മാൾ വരെ പോകുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിക്ക് പോക ടെസ്റ്റ് എടുക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തെവിടെയെങ്കിലും പോക ടെസ്റ്റ് ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ പോക ടെസ്റ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വണ്ടി. എക്സ്പ്രസ് 200 ആണ്, 2019 മോഡല്. BS4 ആണ്. BS4 ആണിത്. ഞാനിപ്പോൾ ഉള്ളത് ക്യാമ്പസിലാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ടാറ്റയുടെ ഹോട്ടൽ ചെയിനുകളിൽ പെടുന്ന ജിഞ്ചർ ഹോട്ടൽ. ഏകദേശം 39 സിറ്റികളോളം ഈ ജിഞ്ചർ ഹോട്ടലുണ്ട്. പിന്നെ ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ ടെക്നോ പാർക്ക്. ഈ കാണുന്നതാണ് UST ഗ്ലോബൽ ക്യാമ്പസ്. അത് നമ്മുടെ ലുലു എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കണക്കൂട്ടുന്ന ഒരു 6 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് പെട്രോൾ അടിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. തരാൻ എൻ്റെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ലുലു മാളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 20 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നമ്മുടെ ലുലു മാൾ സ്ഥിതി ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത്. അപ്പോൾ നമുക്കിതിൻ്റെ ഉൾഭാഗം കണ്ട് തന്നെ അറിയാം. ഇറ്റ്സ് സച്ച് എ ഹ്യൂജ് പ്ലേസ്. നമുക്ക് മാക്സിക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് മാക്സിക്കുള്ള മാപ്പ് നമുക്ക് ഇട്ട് നോക്കാം. ഏകദേശം ഞാനിവിടെ കുറേ വട്ടം വന്നിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതിക്കും കൂടി നമ്മൾ കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് റൈറ്റിലാണ് വഴി. അപ്പോൾ പോകാം ഗൈസ്. കണ്ടോളൂ, എത്ര വലിയ ഒരു ഉൾഭാഗമാണ്. നമുക്ക് ഇവിടെ ട്രെയിനിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. ചന്തുവിനെ തോൽപ്പിക്കാൻ പിന്നെ അതവിടെ എന്തോ പുഷപ്പ് ചാലഞ്ച് അങ്ങനെ എന്തോ നടക്കുന്നുണ്ട്. ഹീറോക്കാരാണ് അത് നമുക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ അപ്പുറത്ത് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ഹാമർ ചാലഞ്ചും കാണാൻ പറ്റും. ഓരോ ബ്രാൻഡ്സിൻ്റെ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ മാക്സിൻ്റെ ഉള്ളിലാണ്. ഇവിടെ എന്തോ ഓഫറൊക്കെ ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലാറ്റ് 299 399 പറഞ്ഞിട്ട് നല്ലൊരു ഓഫർ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ഐറ്റത്തിനും ഓഫറുണ്ട്. നിങ്ങൾക്ക് കാണാം 30% ഫ്ലാറ്റ് 99 50% ഓഫർ നമ്മൾ കാണുന്നുണ്ട് പല സ്ഥലങ്ങളിൽ. ഇതൊക്കെ 50% ഓഫ് വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഗൈസ് മാക്സിൽ ഇപ്പോൾ എന്തോ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നല്ലൊരു ഓഫർ തന്നെ കാണാം. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പോയി ചെക്കൗട്ട് ചെയ്യുക. അത്യാവശ്യം ഡ്രസ്സുകൾക്ക് നല്ലൊരു റേറ്റ് കുറവ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ ലുലു മാളിൽ നിന്ന് തിരിക്കാം. നമുക്ക് പോണ വഴിക്ക് വേറെ സ്ഥലം കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും കൂടി ഇന്ന് കയറിയിട്ട് പോകാം. അപ്പോൾ ലുലു മാളിൻ്റെ അടുത്ത് നമുക്ക് ടാറ്റ ബൈ ബൈ കണ്ടിട്ട് നമുക്ക് പതുക്കെ ഇറങ്ങാം. നമ്മുടെ ഫ്രണ്ട് ഒരു RR310 പോകുന്നുണ്ട്. ജസ്റ്റ് കസ്റ്റമൈസ്ഡാണ്, കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല രസമുള്ളൊരു ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് പൊല്യൂഷൻ ടെസ്റ്റ് അടുത്ത എവിടെയുള്ളതെന്ന് നോക്കാം.
അപ്പോൾ മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് കഴക്കൂട്ടത്താണ് കാണിക്കുന്നത്. നമുക്ക് കഴക്കൂട്ടം പോണ വഴിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ പോലീസ് ഇൻഡസ്ട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് അങ്ങോട്ട് പോകാം. പക്ഷേ പോകുന്ന വഴിയിൽ വേറെ സ്ഥലം കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പതുക്കെ പോകാം. അതൊരു ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം. അപ്പോൾ അടുത്ത ഡേറ്റ് തുടങ്ങിയുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്ക് എയർഫോഴ്സിൻ്റെ മ്യൂസിയം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഗൈസ്, ടേക്ക് ഓഫ് ചെയ്തിട്ടിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ ചെറിയൊരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു റിയൽ പ്ലെയിനാണ്. നമ്മൾ ആക്കുളം എത്തിയിരിക്കുകയാണ്. ഇതാണ് ആക്കുളം. ലുലു മാളിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്ററിൻ്റെ ദൂരമുള്ള ഇവിടേക്ക് എത്താനായിട്ട്. ഈവനിങ് ടൈമിലൊക്കെ നല്ല വൈബാണ്. നമുക്കങ്ങനെ ഗേൾ ഫ്രണ്ട്സൊക്കെ ഇരുന്ന് ചില്ല് ചെയ്തിരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ആസ് യു കെൻ സി കുറേ കപ്പിൾസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഓൾറെഡി. അതാണ് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിലേക്കുള്ള ഒരു എൻട്രൻസ്. അവിടെയാണ് ഇത് ഫേമസ് ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത് തിരുവനന്തപുരത്തിൻ്റെ. നമ്മൾ തൽക്കാലം ഉള്ളിലേക്ക് കയറുന്നില്ല, നമുക്ക് വേറൊരു ദിവസം കയറാം. അപ്പോൾ നമുക്ക് ഈ കഫേയിലേക്ക് ഒന്ന് കയറി നോക്കാം. എന്താണ്, നമുക്ക് ചായ എന്തെങ്കിലും പറഞ്ഞു നോക്കാം. അപ്പോൾ ഗൈസ്, നേരത്തെ കാണിച്ച കഫേയിൽ നമ്മൾ ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ്. പിന്നെ ചായ കൊള്ളാം. അതിൽ കേട്ടിട്ടുള്ള നല്ല അടിപൊളി ചായയാണ്. ഇവിടെ ഇരിക്കുമ്പോൾ ആ ഒരു ആക്കുളം ലേക്കിൻ്റെ ഒരു വ്യൂ ഒക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് കിട്ടുന്നുണ്ട്. ആണ് ആക്കുളം ലേക്ക്. പിന്നെ നല്ല വൈബുള്ള ഒരു കഫേയാണ്. ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. അത് ബാക്കിയുള്ളതൊക്കെ റിമൂവ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നതാണ്. അടികൊണ്ട് കിടക്കേണ്ടെന്ന് പറയില്ല, എന്തൊരു ഡിസിപ്ലിൻ. ആക്കുളത്തിലെ ഗ്ലാസ് ബ്രിഡ്ജാണ് ബാക്കിൽ കാണുന്നത്. നേരത്തെ ഒരു ക്ലിയർ വ്യൂ ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് വണ്ടി ഒന്ന് നിർത്തിയിട്ട് ഒന്നുകൂടി എടുക്കുകയാണ്. ഇതാണ് എയർഫോഴ്സ് മ്യൂസിയം. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്ലെയിൻ്റെ ഒരു സ്ട്രക്ചറിൽ വന്നിട്ടുള്ളൊരു മ്യൂസിയമാണെന്ന് തോന്നുന്നു. പിന്നെ അതാണ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ്. എൻട്രി ഫീസൊക്കെ ഉണ്ട്. നമുക്ക് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കഴക്കൂട്ടത്തേക്ക് പോയി കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ വണ്ടിയുടെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തു. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല. പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് നമുക്ക് 80 രൂപയുടെ അടുത്താണ് നമുക്ക് ടെസ്റ്റിന് വന്നിരിക്കുന്നത്. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടത്തിൻ്റെ അടുത്ത് ടയർ പ്ലാസ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പൊല്യൂഷൻ ടെസ്റ്റ് മാത്രമല്ല മറ്റനവധി പരിപാടികളും നമുക്ക് കാണാൻ പറ്റും. ടയർ ചേഞ്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ക്യാമ്പസിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഫൈനലി നമ്മൾ ക്യാമ്പസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, കാര്യവട്ടം ക്യാമ്പസാണ്. അപ്പോൾ ഇവിടുന്ന് ഇതാണ് സെൻട്രൽ സർക്കിൾ എന്ന് പറയും. ഇതാണ് സെൻട്രൽ സർക്കിൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ഇവിടെ നമുക്ക് പല ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ പല വഴികളാണ്. അപ്പോൾ ക്യാമ്പസിൻ്റെ ബാക്കി വീഡിയോസ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നമ്മളത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫിനിഷ് ചെയ്യുന്നു. ജസ്റ്റ് ഒരു ഷോർട്ട് വ്ളോഗാണ്. എൻ്റെ ഫസ്റ്റത്തെ വ്ളോഗാണ്. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും വോൺ വോയിസിലാണ്, പക്ഷേ ഫേസ് കാണിച്ചുകൊണ്ടല്ല. ഇതെൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റീവ്ളോഗർ മോഹൻ്റെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.